പ്രഖ്യാപനങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കൾക്ക്, വനിതകൾക്ക്, പാവപ്പെട്ടവർക്ക് ഒക്കെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിരിക്കും ഇടക്കാല ബഡ്ജറ്റിലും പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് PM ഗരീബ് കല്യാൺ അന്ന യോജനയൊക്കെയായിരുന്നു. 2 ലക്ഷം കോടി രൂപ എന്ന് പറയുന്ന ഒരു വലിയ തുകയൊക്കെ പ്രതിവർഷം മാറ്റിവെക്കുന്ന ഒരു പദ്ധതിയൊക്കെ ആയിരുന്നു. അത്രയും വലിയ ഒരു നീക്കിയിരിപ്പിലേക്കൊക്കെ, അത്രയും വലിയ പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ കടക്കാൻ സർക്കാരിന് ഇത്തവണ കഴിയും. അല്ല, സ്വാഭാവികമായും ജൂലൈയിലായിരിക്കും ഒരു ബഡ്ജറ്റിന്റെ ബാക്കി എന്ന് വെച്ചപ്പോൾ ഇടക്കാല വോട്ട് ഓൺ അക്കൗണ്ട് അഥവാ ഇടക്കാല ബഡ്ജറ്റ് വരികയും പിന്നീട് ജൂലൈയിൽ ഒരു ബഡ്ജറ്റിൻ്റെ പൂർണ്ണ രൂപം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പൊതുവെ സാമ്പത്തിക മേഖലയിലുള്ളവരൊക്കെ തന്നെ വിശകലനം ചെയ്യുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്ന തരത്തിൽ ഇത് ആരെയൊക്കെ ഫോക്കസ് ചെയ്യും എന്ന ചോദ്യങ്ങൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം BJPയുടെ ബഡ്ജറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും അവർ വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് ഇപ്പോൾ സ്ത്രീ സൗഹൃദമാകുന്ന ഒരു ബഡ്ജറ്റ് വരിക, അതുപോലെ ഹരിത സൗഹൃദമാകുന്ന ഒരു ബഡ്ജറ്റ് വരിക, പിന്നെ യുവാക്കൾക്ക് ചില പ്രാതിനിധ്യം കൊടുക്കുക, ആളുകളുടെ ക്ഷമത കൂടുതൽ പ്രയോജനപ്പെടുത്താനായുള്ള നൈപുണ്യ വികസനം പോലുള്ള പദ്ധതികൾ കൊടുക്കുക, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലേക്ക് വരിക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ ഒരു ബഡ്ജറ്റ് നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസനം സാധ്യമാക്കാൻ എന്തൊക്കെ തരത്തിലുള്ള നീക്കിയിരിപ്പുകൾ ഒരു ബഡ്ജറ്റിൽ ഉണ്ടാകണം എന്നത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ ഒരു ഇടക്കാല ബഡ്ജറ്റിൽ ഇത്തരം വലിയ പ്രഖ്യാപനങ്ങൾക്കൊന്നും സാധ്യതയില്ലെങ്കിലും സാധാരണക്കാരെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ ബഡ്ജറ്റ് പ്രതിപാദിച്ചു പോകും എന്നൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മാത്രവുമല്ല, ഇനി വരാനിരിക്കുന്ന ബഡ്ജറ്റിനെ സംബന്ധിച്ച ഒരു വലിയ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഈ ബഡ്ജറ്റിൻ്റെ വോട്ട് ഓൺ അക്കൗണ്ട് ആയതുകൊണ്ട് മറ്റു പല മേഖലകളിലേക്ക് കടന്നില്ല എന്ന് പറയുമ്പോൾ പോലും ജൂലൈയിൽ വലിയ ഒരു പ്രഖ്യാപനം ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ കൂടിയുള്ളൊരു ദൗത്യം BJP NDA സർക്കാർ NDA മുന്നണിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമ്പത്തിക വളർച്ചാ പ്രവചനങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഇനി ഏത് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്? IMFും വേൾഡ് ബാങ്കും 6.3% എന്ന രീതിയിൽ പറയുമ്പോൾ RBIയുടേത് 6.5% എന്നുള്ള ഒരു കണക്കിലേക്ക് പോയിരിക്കുന്നു. പ്രധാനമായിട്ടും നിർമ്മാണമാണെങ്കിൽ, ഖനനമാണെങ്കിൽ, യൂട്ടിലിറ്റികൾ എന്നിവ ഉൾപ്പെടെ എല്ലാം വ്യവസായിക മേഖലയടക്കം ഇരട്ട അക്കത്തിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകളൊക്കെ സാമ്പത്തിക ഡാറ്റ നൽകുന്നുണ്ട്. അതായത് കാർഷിക മേഖലയുടെ വളർച്ച പ്രതീക്ഷിച്ചതിലും ഒരല്പം സാവധാനത്തിലാണ് എന്നുള്ളൊരു കണക്ക് കൂട്ടലുകളൊക്കെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ വന്നിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചാ പ്രവചനങ്ങൾ അത് പ്രധാനമായിട്ടും ഉറ്റുനോക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ വ്യവസായ മേഖലയിലേക്ക് തന്നെയാണോ? കാർഷിക മേഖലയുമായി സംബന്ധിച്ച് നടത്തുന്ന വിലയിരുത്തലുകൾ ഏത് തരത്തിലാണ് വരുന്നത്? ഇതിൽ പ്രധാനമായും വളർച്ചാ നിരക്ക് നമ്മളുടെ കാര്യമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളൊരു ടൈഗർ എക്കോണമി എന്ന നിലയിൽ ഒക്കെ വലിയ കുതിച്ച് മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ വൈകാതെ തന്നെ ഒരു 8% ഗ്രോത്ത് വളർച്ചാ നിരക്ക് അത് എല്ലാ കാലത്തും ഇന്ത്യക്ക് സാധ്യമാകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ 7% മുകളിലുള്ള ഒരു വളർച്ചാ നിരക്ക് സാധ്യമാകുന്ന ഒന്നാണ് എന്ന ഒരു പ്രതീക്ഷ സാമ്പത്തിക വിദഗ്ധർക്കിടയിലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ കോവിഡ് മഹാമാരി വരികയും അതിനെ തുടർന്നുള്ള പ്രതിസന്ധി വരികയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് 2024 തൊട്ട് ചില സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ആഗോള അടിസ്ഥാനത്തിൽ ഉണ്ടാകും എന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർക്കിടയിലും ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വേണം ഒരു ബഡ്ജറ്റ് എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ക്യാമ്പയിനിനിടയിൽ ഇനി വികസന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് ഒക്കെ വരാനുള്ളത്. അപ്പോൾ നേരത്തെ നമ്മളൊരു എക്കണോമിക് സർവേ എല്ലാ ഘട്ടങ്ങളിലും ആദ്യം ഇത് ബഡ്ജറ്റിൻ്റെ ഭാഗമായിരുന്നു. 1950കളിലൊക്കെ 50-51 ഇത് എക്കണോമിക് സർവേ ബഡ്ജറ്റിൻ്റെ ഭാഗമായി വന്നതാണ്. പിന്നീടാണ് ഈ എക്കണോമിക് സർവേ 65 ആകുമ്പോഴാണ് ഇത് മാറി എക്കണോമിക് സർവേ ഒരു സെപ്പറേറ്റ് ഡീലിംഗ് ചെയ്ത് ബഡ്ജറ്റിന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ ജനുവരി 31 സാമ്പത്തിക സർവേ പുറത്തു വരും. അത് കുറെ കൂടി വളർച്ചാ നിരക്കുകളെ സംബന്ധിച്ച് കൃത്യമായ ചിത്രം നൽകും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു പക്ഷേ അത് എക്കണോമിക് സർവേ ബഡ്ജറ്റിൽ ബൈൻഡിംഗ് അല്ല എങ്കിലും അതിനോടൊക്കെ അനുബന്ധിച്ചൊക്കെ ഉള്ള തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക്